ഫോർഗോൺ ഇൻട്രസ്റ്റ് ഫ്രം ടൈങ് അപ്പ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രി എന്ന് വെച്ചാൽ ഈ ഒരു ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കാരണം നമുക്ക് കിട്ടേണ്ടിയിരുന്ന സോ ഗൈസ് വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ACCAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പേപ്പറിലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ആയിട്ടുള്ള ഒരു സബ് ടോപ്പിക്ക് മാനേജിങ് ഇൻവെൻട്രി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് മാനേജിങ് ഇൻവെൻട്രി എന്താണെന്ന് അറിയുന്നതിന് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയുന്നതിന് ഇൻവെൻട്രി എന്താണെന്ന് നോക്കാം. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ കമ്പനീസ് എന്ത് ചെയ്യും, നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനീസൊക്കെ എന്ത് ചെയ്യും, ഗുഡ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സെയിൽ ചെയ്യും അല്ലേ. സോ ഇവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് ഗുഡ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എടുത്തു വയ്ക്കും. അതിനാണ് ബേസിക്കലി ബിസിനസ് ടേംസിൽ എന്ത് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. ബേസിക്കലി നോർമൽ ടേംസിൽ പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് അത്രേ ഉള്ളൂ എന്ത് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻട്രി നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോറിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ സ്റ്റുഡിയോ പോലത്തെ ഒരു ക്ലോത്തിങ് സ്റ്റോറിൻ്റെ കേസ് എടുത്താൽ അവിടുത്തെ ഇൻവെൻട്രി എന്തായിരിക്കും, അവിടുത്തെ ക്ലോത്ത്സ്, ഷൂസ്, ആക്സസറീസ്, വാലറ്റ്സ് പോലത്തെ കാര്യങ്ങളായിരിക്കും. അതായിരിക്കും അവിടുത്തെ എന്ത് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെൻട്രി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് എന്ത് വരും, കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഈ ഇൻവെൻട്രി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ വരും. അതിൽ ആദ്യത്തെയാണ് എന്ത് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സപ്ലയറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ ഒരു കമ്പനി നടത്തുമെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്ലയർ എന്ത് ചെയ്യുകയാണ്, സപ്ലയർ കാലിക്കറ്റാണെന്ന് വിചാരിക്കും. പൊട്ടറ്റോ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ആൾ എവിടെയാണ്, കാലിക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ കാലിക്കറ്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, പൊട്ടറ്റോ മേടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം, കൊച്ചിയിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതെങ്ങനെ കൊണ്ടുവരും, നമുക്കൊരു ട്രക്ക് വേണ്ടി വരും, അവിടെ അതിന് ഫ്യൂവൽ അടിക്കേണ്ടി വരും. ആ ട്രക്ക് ഓടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് ഡ്രൈവറിന് എന്ത് ചെയ്യേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും ഇല്ലേ. പിന്നെ ഇത് കയറ്റാനും ഇറക്കാനുമായിട്ട് കുറച്ച് ഹാൻഡിലിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡറിംഗ് കോസ്റ്റ് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകോ ഫോർ പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് ഇൻവെൻട്രി ഓർഡേഴ്സ് ആനുവലി ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇറക്കാനും കയറ്റാനായിട്ട് വരുന്ന കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈവറിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇൻവെൻട്രിക്ക് വേറെ വരുന്നൊരു കോസ്റ്റാണെന്ത്, ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻവെൻട്രി ഓർഡർ ചെയ്ത് നമ്മുടെ വെയർ ഹൗസിൽ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കും. കൊച്ചിയിൽ കൊണ്ടുവന്നാൽ നമുക്കിത് വെറുതെ എവിടെയെങ്കിലും ഒന്നും വെക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം, പ്രോപ്പറായിട്ടുള്ളൊരു എന്ത് വേണം, ഒരു വെയർ ഹൗസും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. സോ ആ വെയർ ഹൗസ് നമുക്ക് വെറുതെ കിട്ടുമോ, നമുക്ക് എന്ത് കൊടുക്കണം, അതിന് റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. ആ റെൻറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് എന്ത് വേണ്ടി വരും, ആ വെയർ ഹൗസിൽ നമ്മൾ ഈ സാധനം എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ വെയർ ഹൗസൊക്കെ ആയിരിക്കും, അവിടെ വെറുതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അവിടെ അത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ആരെ വെക്കണം, സ്റ്റാഫിനെയും കാര്യങ്ങളൊക്കെ വെക്കണം. അവർക്ക് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. സോ അതാണ് പറയുന്നത് ഹോൾഡിംഗ് കോസ്റ്റ് ഇസ് എക്സ്പെൻസ് ഫോർ സ്റ്റോറിംഗ് ഇൻവെൻട്രി ഇൻക്ലൂഡിംഗ് എംപ്ലോയി സാലറീസ് ഫോർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസ് റെൻറ്റ് എക്സെട്ര. അതിനാണ് ബേസിക്കലി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ രണ്ട് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. ഇനി നമുക്കത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ വരുന്ന ഇഷ്യൂസാണ്. നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റി ഇൻവെൻട്രി പർച്ചേസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. സപ്പോസ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി മേടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് കൂടിപ്പോയേക്കാം, ചിലപ്പോൾ അത് കുറഞ്ഞും പോയേക്കാം. സോ ഈ ഇൻവെൻട്രി നമ്മൾ കുറേ മേടിച്ചാലും കുറച്ച് മേടിച്ച് വെച്ചാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മീൻസ് ഇൻവെൻട്രി ഹൈ ആയി പോയാലും ലോ ആയി പോയാലും അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ആദ്യമേ നമുക്ക് നോക്കാം, ഇൻവെൻട്രി ലെവൽ ഭയങ്കര കൂടിപ്പോയാലുള്ള പ്രശ്നം നോക്കാം. നമ്മൾ കണ്ടമാനം ഇൻവെൻട്രി പർച്ചേസ് ചെയ്താൽ വരുന്ന കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ആണെന്ത്, ഫോർഗോൺ ഇൻട്രസ്റ്റ് ഫ്രം ടൈങ് അപ്പ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രി. സപ്പോസ് നമ്മൾ ഭയങ്കര ഹൈ ലെവൽ എമൗണ്ട് എന്ത് ചെയ്യുവാണ്, ഇൻവെൻട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. മീൻസ് എക്സാമ്പിൾ പറയാൻ ഒരു 50 crore rupees നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇൻവെൻട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആക്ച്വലി ഈ 50 crore ഈ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൂടായിരുന്നോ. വേണമെങ്കിൽ ഇപ്പോൾ ടാറ്റയാണ് ഈ 50 crore ഇൻവെൻട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കും. ടാറ്റയ്ക്ക് ഈ 50 crore വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ വേറെ കമ്പനിയുടെ ഷെയർസ് മേടിക്കാമായിരുന്നു. ഷെയർസ് മേടിച്ചാൽ അവിടെ നിന്ന് ഡിവിഡൻഡ് കിട്ടിയേനെ. അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ ലോൺ നോട്ട്സ് പർച്ചേസ് ചെയ്യാമായിരുന്നു. ലോൺ നോട്ട്സ് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. സോ ഈ ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഇൻവെൻട്രിയിൽ കൊണ്ട് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അതിനാണ് എന്ത് പറയുന്നത്, ഫോർഗോൺ ഇൻട്രസ്റ്റ് ഫ്രം ടൈങ് അപ്പ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രി. എന്ന് വെച്ചാൽ ഈ ഒരു ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കാരണം നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഡിവിഡൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും നമുക്ക് എന്ത് ചെയ്തില്ല,
കിട്ടത്തില്ല. പിന്നെ അടുത്ത് വരുന്ന കോസ്റ്റാണെന്ത്, ഹോൾഡിംഗ് കോസ്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് കോസ്റ്റ്. പിന്നെ സ്റ്റോർസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന സാലറി കാര്യങ്ങളൊക്കെ, നമ്മുടെ വെയർ ഹൗസിലെ എംപ്ലോയീസിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ. പിന്നെന്താ, റിസ്ക് ഓഫ് തെഫ്റ്റ്, ഡാമേജ് ഓർ ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടമാനം ഇൻവെൻട്രി എടുത്ത് ഇങ്ങനെ നമ്മുടെ വെയർ ഹൗസിൽ വെച്ചാൽ അത് അവിടെ ഇവിടെ നമ്മുടെ ഇൻവെൻട്രി ഗുഡ്സ് കാര്യങ്ങളൊക്കെ കിടക്കും അല്ലേ. സോ ആൾക്കാർ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ചാൻസ് എന്താണ്, ഭയങ്കര ഹൈ ആണ്. പിന്നെ ഇത് ഡാമേജ് ആകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. സപ്പോസ് ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കും, അവരെന്ത് ചെയ്യും, കുറേ മെറ്റൽ പാർട്സ് എന്ത് ചെയ്യും, അവരുടെ ഇൻവെൻട്രിയിൽ സ്റ്റോർ ചെയ്തിട്ടേക്കുവാന്ന് വിചാരിക്കും, കുറേ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുവാണ്. ഇത് തുരുമ്പടിച്ച് പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ അല്ലേ, കുറേ സ്റ്റോർ ചെയ്താൽ. അതാണ് റിസ്ക് ഓഫ് ഡാമേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഇതാണ് എന്ത്, ഒബ്സൊലസൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കുറേ ഇൻവെൻട്രി മേടിച്ചിട്ടാൽ ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്താകത്തില്ല, മൂവായി പോകത്തില്ല. അതെന്താവും, ഔട്ട്ഡേറ്റഡ് ആവും. പിന്നെ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഇപ്പം നമ്മുടെ ഫോൺസിനൊക്കെ എന്താണ് ആമോലോഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളിപ്പോൾ കുറേ നമ്മളൊരു ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിക്കും, നമ്മൾ ആമോലോഡ് ഡിസ്പ്ലേ കുറേ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കുവാണ്. ഈ ഒരു ഡിസ്പ്ലേ ഇനി ഫ്യൂച്ചറിൽ ഔട്ട്ഡേറ്റഡ് ആയി പോയാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനാണെന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഒബ്സൊലസൻസ് എന്ന് പറയുന്നത്. സോ ഈ 4 കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഒരു ഇൻവെൻട്രി ഭയങ്കര ഹൈ ആയി പോയുള്ള ഇഷ്യൂസ് വരുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് ഹൈ ഇൻവെൻട്രി ലെവൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇൻവെൻട്രി നമ്മൾ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇഷ്യൂസ് നോക്കാം, കോസ്റ്റ് ഓഫ് ലോ ഇൻവെൻട്രി ലെവൽസ്. അപ്പം ഇൻവെൻട്രി ഭയങ്കര ലോ ആണെങ്കിൽ അവിടുത്തെ മെയിൻ ഒരു ഇഷ്യൂ ആണത് സ്റ്റോക്ക് ഔട്ട് ഇഷ്യൂസ്. എന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് കാണത്തില്ല, സാധനം എടുത്തു കൊടുക്കാൻ കാണത്തില്ല. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, കുറച്ച് ഇൻവെൻട്രിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ഔട്ടിൽ തന്നെ നമുക്ക് ആദ്യം വരുന്നൊരു കോസ്റ്റ് ആണെന്ത്, ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് ആ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനി ഇങ്ങനെ റൺ ചെയ്യുവാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അധികം ഇൻവെൻട്രി ഒന്നുമില്ല. നമുക്ക് പൊട്ടറ്റോ ചിപ്സ് നമ്മുടെ ഇൻവെൻട്രിയിൽ നമ്മുടെ വെയർ ഹൗസിൽ എന്തേ ഉള്ളൂ, കുറച്ചേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് വെച്ചിട്ട് ഒരു വലിയ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ഇത് ചോദിക്കുവാണ്, നമുക്കൊരു ഒരു 50 അല്ലെങ്കിൽ ഒരു 50 കോടിക്ക് എന്ത് വേണം, ഒരു 100 കിലോ എന്ത് വേണം, പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറയുകയാണ്. നിങ്ങളുടെ വെയർ ഹൗസിൽ നോക്കിയപ്പോൾ എന്താ, അവിടെ സാധനമില്ല, അവിടെ 100 കിലോ എന്തില്ല, പൊട്ടറ്റോ ചിപ്സ് ഇല്ല. നിങ്ങൾക്ക് ഇനി എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, സിംപ്ലി ഈ ഒരു ഡീൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിജക്റ്റ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിൽ സാധനമില്ല അല്ലേ. അപ്പം ഈ ഒരു 50 crore ഈ ഒരു ഇൻവെൻട്രി ലോ ആയിരുന്ന കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ അല്ലേ. നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 50 കോടി നമ്മൾ ഇൻവെൻട്രി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ. അതിനാണെന്ന് പറയുന്നത് ലോസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇഷ്യൂ ആണെന്ത്, പ്രൊഡക്ഷൻ സ്റ്റോപ്പേജസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻവെൻട്രി നമ്മൾ കുറച്ചല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ആര് കാണും, കുറേ ലേബറേഴ്സ് കാണും അല്ലേ, സ്റ്റാഫ് കാര്യങ്ങളൊക്കെ കാണും. ഇവരെന്തിനാണ് ആക്ച്വലി നമ്മുടെ കമ്പനിയിൽ ഇരിക്കുന്നത്, നമ്മുടെ കമ്പനിയിലെ റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ് ഗുഡ്സിലാക്കാനല്ല ഇവരിയ്ക്കുന്നത്. ഈ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനി പറയുകയാണെങ്കിൽ പൊട്ടറ്റോസിനെ എല്ലാം മിക്സൊക്കെ ചെയ്ത് പൊട്ടറ്റോ ചിപ്സ് ആക്കാനാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ കമ്പനിയിൽ ലേബേഴ്സ് ഇരിക്കുന്നത്. സപ്പോസ് നമ്മുടെ കമ്പനിയിൽ റോ മെറ്റീരിയൽസ് ഒന്നും ഇല്ല എങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവർ വെറുതെ പണിയെടുക്കാതിരിക്കും. പക്ഷേ ഇവർ പണിയെടുക്കാതിരുന്നാലും ഇവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനാണെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഇഷ്യൂ ആണെന്ത്, എമർജൻസി ഓർഡേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഇൻവെൻട്രി ഭയങ്കര കുറവാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്കിപ്പോൾ വലിയൊരു കസ്റ്റമറിൻ്റെ ഒരു ഓർഡർ വരുമെന്ന് വിചാരിക്കും. സപ്പോസ് ലുലു വന്നിട്ട് ഒരു 100 കോടിയുടെ ഒരു ഓർഡർ നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനിക്ക് തരുമെന്ന് വിചാരിക്കും. അവർ പറയുകയാണ് ഒരു 500 കിലോ പൊട്ടറ്റോ ചിപ്സ് വേണം, നമുക്ക് 100 കോടി തരാമെന്ന് പറയുകയാണ്. പക്ഷേ ലുലു പോലത്തെ ഒരു കസ്റ്റമറാണ്, നമുക്കിത് വെറുതെ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം അത്രയും വലിയ കസ്റ്റമറാണ്. ഇവരെങ്ങാനും പോയി കഴിഞ്ഞാൽ നമുക്കിനി കിട്ടത്തില്ല അല്ലേ, ഫ്യൂച്ചറിൽ ഇവർ വേറെ ഓർഡേഴ്സ് തരാതിരിക്കും അല്ലേ. സോ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ നേരെ ലെയ്സിലേക്ക് പോവുകയാണ്. ലെയ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പോയിട്ട് നമുക്കൊരു 500 കിലോ പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞേക്കുന്നത് എന്താ, നമ്മൾ ഈ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാം, നമ്മളിത് തരാമെന്നാണ് ആക്ച്വലി പറഞ്ഞേക്കുന്നത്. പക്ഷേ ലുലുവിൻ്റെ വിചാരം നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. ലുലുവിൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ലുലുവിൻ്റെ അടുത്ത് ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് നേരെ ലെയ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുവാണ്, നമുക്ക് 500 കിലോ എന്ത് വേണമെന്ന് പറയുവാണ്, പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറയുവാണ്. അപ്പോൾ ലെയ്സ് എന്ത് പറയുവാണ്, നമ്മളിത് 110 കോടിക്ക് തരാമെന്ന് പറയുവാണ്. പക്ഷേ നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എഗ്രി ചെയ്ത് എത്രയ്ക്കാണ്, വെറും 100 കോടിക്കാണ്. ലെയ്സ് നമുക്കിത് എത്രയ്ക്കേ തരുള്ളൂ, 110 കോടിക്കേ തരുള്ളൂ. 110 കോടിക്ക് ഈ സാധനം എടുത്ത് ലെയ്സിൻ്റെ അടുത്ത് എടുത്തിട്ട് നമ്മളത് ആർക്ക് കൊടുക്കേണ്ടി വരും, വെറും 100 കോടിക്ക് ആർക്ക് കൊടുക്കേണ്ടി വരും, ലുലുവിക്ക് കൊടുക്കേണ്ടി വരും. അവിടെ 10 കോടി നഷ്ടമല്ലേ. അതിനാണെന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി ഓർഡേഴ്സ് എന്ന് പറയുന്നത്. എമർജൻസി ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് മര്യാദയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഇഷ്യൂ ആണെന്ത്, നമ്മൾ ലോ ഇൻവെൻട്രി വെച്ചാൽ അടുത്തൊരു ഇഷ്യൂ ആണ് ഹൈ റീ ഓർഡർ ഓർ സെറ്റപ്പ് കോസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എന്താണ്, വലിയ വലിയ മെഷീൻസ് കാണും.
നമ്മൾ ഈ ഇൻവെൻട്രി ഒന്നും എല്ലാം കുറച്ച് വെച്ചിട്ട് പ്രൊഡക്ഷനൊക്കെ ഇങ്ങനെ നിന്നിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഇൻവെൻട്രി നമുക്കിനി പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ആ മെഷീനൊക്കെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ? റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ മെഷീൻസൊക്കെ ആണെങ്കിൽ അത്രയും എന്ത് വരും? ഫ്യൂവൽ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ് ഒക്കെ വരും. അതിനാണ് എന്ത് പറയുന്നത്? ഹൈ റീ ഓർഡർ ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് വരും? നമ്മുടെ ബൾക്ക് ഓർഡർ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കുറച്ച് ഇൻവെൻട്രിയിലേ മേടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ട്സ് എന്ത് കിട്ടത്തില്ല? നമുക്ക് കിട്ടത്തില്ല. അത് നമുക്ക് എന്താകും? ലോസ് ആകും. ഇതാണ് ഇൻവെൻട്രി ലോ ആയിട്ട് വെച്ചാലുള്ള ഇഷ്യൂസ്. ഇനി നമുക്കെന്ത് നോക്കാം? നമ്മുടെ ഈ ഒരു ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നതെന്ന് നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ആണെന്ത്? ഒപ്റ്റിമം റീ ഓർഡർ ക്വാണ്ടിറ്റി. നമുക്ക് ഓർഡറിങ് ക്വാണ്ടിറ്റി അറിയാത്തപ്പോഴാണ് എന്ത് വരുന്നത്? ഈ ഒരു ഹൈ ഇൻവെൻട്രി ലെവൽ അല്ലെങ്കിൽ ലോ ഇൻവെൻട്രി ലെവൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഇൻവെൻട്രി ലെവൽ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇഷ്യൂ വരത്തില്ല. അതിനാണെന്ന് പറയുന്നത് ഒപ്റ്റിമം റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തൊരു ഒബ്ജക്റ്റീവ് ആണെന്ത്? ദ ഒപ്റ്റിമം റീ ഓർഡർ ലെവൽ. സപ്പോസ് നിങ്ങളൊരു എല്ലാവരും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിക്കും. നിങ്ങൾ കുക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യുവാണ്? നിങ്ങളുടെ ഒരു ഫ്രണ്ടാണല്ലോ എപ്പോഴും നോക്കുന്നത് എന്ത്? എത്ര ഫുഡിൻ്റെ നമ്മളെ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് എപ്പോഴും അരിയൊക്കെ 1 കിലോ ബാക്കിയുള്ളപ്പോൾ എന്ത് ചെയ്യും? ഇന്ന് പോയി സാധനം മേടിക്കണമെന്ന് പറയും. 1 കിലോ അരി ബാക്കിയുള്ളപ്പോൾ എപ്പോഴും എന്ത് പറയും? ഇന്ന് പോയി നമ്മൾ സാധനം മേടിക്കണമെന്ന് കറക്റ്റായിട്ട് പറയും. അപ്പോൾ ഈ 1 കിലോ ആണ് ആക്ച്വലി നമ്മുടെ എന്ത്? റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ എനിക്ക് എത്ര ക്വാണ്ടിറ്റി ബാക്കിയുള്ളപ്പോഴാണോ ഞാൻ ഓർഡർ ചെയ്യാൻ പറയുന്നത്, അതാണ് എൻ്റെ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ കമ്പനീസിനും എന്ത് കാണും? റീ ഓർഡർ ലെവൽ കാണും. അവരെപ്പോഴാണോ എത്ര യൂണിറ്റ്സ് ബാക്കിയുള്ളപ്പോഴാണോ അവർ ഓർഡർ കൊടുക്കുന്നത്, അതായിരിക്കും അവരുടെ എന്ത്? റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത്. മീൻസ് ഹൗ മെനി ഐറ്റംസ് ആർ ലെഫ്റ്റ് ഇൻ ഇൻവെൻട്രി വെൻ ദ നെക്സ്റ്റ് ഓർഡർ ഇസ് പ്ലേസ്ഡ്. പിന്നെ ഒപ്റ്റിമം റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹൗ മെനി ഐറ്റംസ് ഷുഡ് ബി ഓർഡർ വെൻ ദ ഓർഡർ ഇസ് പ്ലേസ്ഡ്. കറക്റ്റ് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് ഇനി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമേ നമുക്ക് ഒപ്റ്റിമം റീ ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കി. അതിൽ തന്നെ നമ്മൾ ഇൻവെൻട്രി എന്താണെന്ന് നോക്കി, ഇൻവെൻട്രി കുറേ വെച്ചാൽ എന്താ പ്രശ്നം നോക്കി, കോസ്റ്റ് ഓഫ് ലോ ഇൻവെൻട്രി എന്താണെന്ന് നോക്കി, അങ്ങനെ പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ നോക്കി. സോ ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് നമ്മുടെ മെൻറ്റേഴ്സ് ത്രൂ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ EOQ മോഡൽസ് വെച്ചൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും.